ഒരിക്കല് ഒരു 10 വയസ്സുകാരനായ ഒരു ആൺകുട്ടിക്ക് ഒരു ആഗ്രഹം, തനിക്ക് ജൂഡോ പഠിക്കണം. പക്ഷെ അവനൊരു കുറവുണ്ടായിരുന്നു. അവന്റെ കുറവ് ഇതായിരുന്നു, വലിയൊരു ആക്സിഡന്റില് അവന്റെ ഇടത് കൈ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എങ്കിലും അവന് ജൂഡോ പഠിക്കാനുള്ള ആഗ്രഹത്തെ പ്രതി അവൻ ഒരു ജാപ്പനീസ് ജൂഡോ മാസ്റ്ററെ പോയി കാണാണ്. ഇച്ചിരി പ്രായമായ ആളാണ്. അദ്ദേഹത്തോട് തന്നെ ആഗ്രഹം പറഞ്ഞു, അത്രയും തീവ്രമായ ആഗ്രഹമാണ് എനിക്കുള്ളത്, എനിക്ക് ജൂഡോ പരിശീലിക്കണം. ഉടനെ ജാപ്പനീസ് മാസ്റ്റർ അദ്ദേഹം അവന് ജൂഡോ പരിശീലിപ്പിക്കാനുള്ള സമ്മതം മൂളി. തൊട്ടടുത്ത ദിവസം അവൻ പരിശീലിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഓരോ ദിവസവും അവന് പരിശീലനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴും മാസ്റ്റർ അവനെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരൊറ്റ മൂവ് മാത്രമാണ്. ഉടനെ തന്നെ അവന് വല്ലാത്തൊരു സംശയം, ധൈര്യം സംഭരിച്ച് അവൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്, മാസ്റ്റർ എന്നെ ഇതുവരെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരേ ഒരു മൂവ് മാത്രമാണ്, ജൂഡോയിലത്തെ ഒരൊറ്റ മൂവ് മാത്രമാണ്, വേറെ മൂവ് ഒന്നും ഞാൻ പഠിക്കേണ്ടതില്ലേ, മറ്റുള്ള നീക്കങ്ങൾ കൂടി ഞാൻ പഠിക്കേണ്ടതില്ല, വേറെയും കുറെ അടവുകൾ കൂടി ഞാൻ പഠിക്കേണ്ടതല്ലേ എന്ന് അവൻ ധൈര്യം സംഭരിച്ച് മാസ്റ്ററോട് ചോദിക്കുക. ഉടനെ മാസ്റ്റർ പറഞ്ഞു, നീ ഇത്ര നാളായി പഠിച്ചിരിക്കുന്നത് ഒരൊറ്റ മൂവ് മാത്രമാണ്, നീ പഠിക്കേണ്ടതും അത് മാത്രമാണ്, നീ അത് പഠിച്ചാൽ മതി. അവൻ അവന്റെ ടീച്ചറിൽ, അവന്റെ മാസ്റ്ററിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ അത് തന്നെ നന്നായി പരിശീലിച്ചു. ആ ഒരൊറ്റ മൂവ് മാത്രം നന്നായി പരിശീലിച്ചു. അങ്ങനെ ഏതാനും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവന്റെ മാസ്റ്റർ അവനെ ഒരു ടൂർണമെന്റിന് കൊണ്ടുപോവാ. അങ്ങനെ ആ ടൂർണമെന്റിൽ അവൻ ചെന്നപ്പോൾ അവന്റെ കൂടെ പലരും മത്സരിക്കാനുണ്ടായി. ഇവന്റെ ആശ്ചര്യം എന്ന് പറയുന്നത് ആദ്യത്തെ 2 മത്സരങ്ങളിലും അവൻ ഈസി ആയിട്ട് ജയിച്ചു എന്നുള്ളതാണ്. ഇവൻ ചിന്തിക്കുകയാണ്, എനിക്ക് കാര്യമായിട്ടുള്ള ട്രെയിനിങ്, അതായത് ഒറ്റ മൂവ് മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ, അവർ പഠിച്ചത് കുറെ അടവുകളുണ്ട്, പക്ഷെ ഞാൻ ഒറ്റ മൂവ് കൊണ്ട് അവരെയൊക്കെ തറ പറ്റിച്ചിരിക്കുന്നു. അവന് വല്ലാത്ത അത്ഭുതം തോന്നി. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ഒരു സെമി ഫൈനൽ വന്നപ്പോൾ അതിലും അവൻ കാര്യമായ രീതിയിൽ പെർഫോം ചെയ്യുകയാണ്. ഇവന് കുറെ അടിയൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും ഇവൻ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ ഇവൻ മാസ്റ്ററി നേടിയ ആ ഒറ്റ മൂവ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എതിരാളിയെ തറ പറ്റിക്കുകയാണ്. ഓക്കെ, ഏറ്റവും അവസാനം അവൻ ഫൈനലിലെത്തി. ഫൈനലില് അവൻ നേരിടേണ്ടി വന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇവനേക്കാളും ഒത്തിരി വലുപ്പമുള്ള, അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ഒപ്പോണന്റിനെയാണ്, ഒരു എതിരാളിയെയാണ് ഇവന് കിട്ടിയത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവന് ഓൾറെഡി മുറിവുകളും ശരീരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. റഫറി ഇവന്റെ കോച്ചിനെ വിളിച്ച് പറഞ്ഞു, ഇവൻ ഈ മത്സരത്തിൽ ഫൈനലിൽ പങ്കെടുക്കുന്നത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം എന്റെ അപ്പോണന്റ് അത്രയും സ്ട്രോങ് ആണ്, അപ്പൊ അതുകൊണ്ട് മത്സരിക്കണമോ എന്ന് ചോദിച്ചു. ഉടനെ അവന്റെ കോച്ച് പറഞ്ഞു, തീർച്ചയായും അവൻ മത്സരിച്ചിരിക്കണം, അവനെ മത്സരിക്കാൻ അനുവദിക്കുക. അങ്ങനെ കുട്ടി മത്സരിക്കാൻ തുടങ്ങി. തുടക്കത്തില് ഇവനെ പ്രതിരോധിച്ച് നിൽക്കാനായി സാധിച്ചില്ല. ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഏറ്റവും അവസാനം അവൻ വീഴുമെന്ന് തോന്നിയപ്പോൾ അവന്റെ അവസാന ആയുധമായ അവൻ മാസ്റ്ററി നേടിയ ആ ഒരൊറ്റ മൂവ് അതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. അവന്റെ ഒപ്പോണന്റിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഫൈനലിൽ അവൻ തന്നെ വിജയിയാവുകയും മെഡൽ നേടുകയും ചെയ്തു. അവന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഇവന്റെ മാസ്റ്ററും ഇവനും കൂടി തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഇവർ ചെയ്ത ഓരോ മൂവിന്റെയും വീഡിയോ എടുത്തത് ഇവർ പരസ്പരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വീണ്ടും ധൈര്യം സംഭരിച്ച് ഇവന്റെ മാസ്റ്ററോട് ചോദിച്ചു, അല്ലയോ മാസ്റ്റർ, ഞാൻ പഠിച്ചത് ഒരൊറ്റ മൂവ് മാത്രമല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത്രയും വിദ്യകൾ പഠിച്ച അവരെ എനിക്ക് തറപറ്റിക്കാൻ കഴിഞ്ഞത്? ഉടനെ ഇവന്റെ മാസ്റ്റർ ഇവനോട് പറയാണ്, നീ 2 കാര്യങ്ങളാണ് നിന്നെ മെഡലിന് നേടാനായിട്ട് സഹായിച്ചത്. ഒന്നാമത്തെ കാര്യം, നീ പഠിച്ചത് ഒരൊറ്റ മൂവാണ്. ആ മൂവിന്റെ പ്രത്യേകത ജൂഡോയിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു മൂവാണ് നീ പഠിച്ചിരിക്കുന്നത്. അതിൽ നീ മാസ്റ്ററി നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിന്റെ ഈ മൂവ് പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ഒപ്പോണന്റിനെ ഒരൊറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിന്നെ പ്രതിരോധിക്കണമെങ്കിൽ നിന്റെ ഇടത് കൈ അവന് പിടിക്കണം. ആ ഇടത് കൈ പിടിച്ചാലാണ് നിന്നെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. നിനക്കാണെങ്കിൽ ഇടത് കൈ ഇല്ല. അതെ, കുട്ടിക്ക് ഇടത് കൈ ഇല്ലാത്തതാണ് കുട്ടിയെ തോൽപ്പിക്കാനായിട്ട് ഇവന്റെ ഒപ്പോണന്റിന് സാധിക്കാതിരുന്നത്. തീർച്ചയായും അവന്റെ ഒരു കുറവാണ് അവന്റെ ഏറ്റവും വലിയ സ്ട്രെങ്തായി മാറിയത്. പലപ്പോഴും നമ്മളെല്ലാവരും ഓരോരോ കുറവുകളുള്ളവരാണ്. ഈ നമ്മുടെ കുറവുകളെ ചൊല്ലി ചിലപ്പോൾ നമ്മൾ ദൈവത്തെ പോലും അധിക്ഷേപിക്കാറുണ്ട്, ദൈവത്തെ പോലും കുറ്റപ്പെടുത്താറുണ്ട്. ഇങ്ങനെയല്ലേ സംഭവിച്ചത്? ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരാകട്ടെ, വീട്ടുകാരാകട്ടെ, നമ്മളെ കുറവുകളെ ചൊല്ലി പലപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നവരാണ്, വേദനിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ആ കുറവുകളാണ് ചിലപ്പോൾ നമ്മുടെ മികവുകൾ. നമ്മുടെ കുറവുകളെ മികവുകളാക്കി മാറ്റാനായിട്ട്
നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, വ്യത്യസ്തമായ കഴിവാണ്, വ്യത്യസ്തമായ കുറവുകളുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ എന്തായിരിക്കുന്നതോ അത് ഫുള്ളായി നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുറവുകളെയും മറന്ന് ആ കുറവുകളെയും മികവുകളാക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതിന് വേണ്ടത് ആത്മധൈര്യമാണ്. കുറവുകളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ മികവുകളാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.